ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വ്യൂസ് സ്റ്റെക്കായി പോകുന്നു എന്നുള്ളതല്ലേ. യൂട്യൂബ് ടിപ്സ് ചെയ്യുന്നവരുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത് വ്യൂസ് കുറവാണ്, സ്റ്റെക്ക് ആകുന്നു, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കമന്റ് ആയിരിക്കും മുക്കാൽ ഭാഗം ആളുകളും പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ നിങ്ങളും തുടക്കക്കാരായിരിക്കും. അപ്പൊ നിങ്ങളും അതുപോലെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഞാനും തുടക്കത്തിൽ ഇങ്ങനെയൊന്നും കമന്റ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നല്ല വ്യൂസ് ഒക്കെ കുറവായിരുന്നു കേട്ടോ. കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഏകദേശം ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ വലിയ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പൊ കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കുറെ തെറ്റുകൾ കൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറയുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് 2 രീതിയിൽ വ്യൂസ് കുറയാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണവും, അല്ലാതെ നമ്മുടെ തമ്പനയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കണ്ടന്റും മോശമായതുകൊണ്ടും നമുക്ക് വ്യൂസ് കുറയാം. അപ്പൊ ഞാനിവിടെ പറയുന്നത് നമ്മുടെ തെറ്റ് കാരണം വ്യൂസ് കുറയുന്നതാണ്. അപ്പൊ അതിന്റെ മുമ്പായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കുറേയേറെ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക കേട്ടോ. അപ്പോ അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ചെയ്യുന്ന ചില തെറ്റ് കാരണമാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് നന്നായിട്ട് കുറഞ്ഞു പോകുന്നത്. എല്ലാവരും ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി, 4000 വാച്ച് അവേഴ്സ് ആയി, അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കിയെടുത്ത് നമുക്ക് ക്യാഷ് സമ്പാദിക്കണം എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് യൂട്യൂബിൽ മുക്കാൽ ഭാഗം പേരും വരുന്നത് അല്ലെ. കുറച്ചു പേരൊക്കെ ഒരു ടൈം പാസ് പോലെ വീഡിയോ ഇടുന്നവരും ഉണ്ടാവും, ഒന്നും അറിയാതെ വെറുതെ ഇട്ട് പോകുന്നവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്രൈറ്റീരിയ ഒക്കെ മനസ്സിലാക്കി ഒരു തെറ്റും ചെയ്യാതെ നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ക്യാഷും സമ്പാദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ഞാൻ ചെയ്ത തെറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾ എന്തായാലും ആ തെറ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ ആ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഇപ്പോ ഒരു ചാനൽ തുടങ്ങിയ ഒരാളാകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യൂല്ലേ. വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോക്ക് കുറച്ച് വ്യൂസ് ഉണ്ടാവുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് വളരെ അയാൾക്ക് കുറവായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് വ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ വിചാരിക്കും, എന്താണ്, എനിക്ക് കുറച്ച് വ്യൂസ് അല്ലേ ഉള്ളൂ, മറ്റുള്ളവർ കണ്ടാല് ഇത് മോശമാവും എന്ന് പറഞ്ഞ് അയാൾ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ആ വീഡിയോ കാണാൻ ശ്രമിക്കും. ഞാനൊക്കെ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചിലപ്പോൾ തുടക്കത്തിൽ 50-100 വ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും എന്റെ വീഡിയോ തന്നെ. അപ്പൊ എനിക്ക് നല്ല വ്യൂസ് കയറുന്ന ഒരു ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ അത് കുറയും ചെയ്യും പെട്ടെന്ന് തന്നെ. അങ്ങനെ ഒരിക്കലും കാണാതിരിക്കുക കേട്ടോ. നമ്മള് അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ തന്നെ കാണാതിരിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാല് നമ്മുടെ വീഡിയോയ്ക്ക് ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല. അങ്ങനെ സ്റ്റക്കായി നിൽക്കും. എവിടെ വെച്ചാണോ നമ്മൾ കാണാൻ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കും. ആദ്യം കയറുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, എങ്കിലും വീണ്ടും അത് കുറഞ്ഞ് ആ ലെവലിൽ തന്നെ എത്തി നിൽക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളിട്ട വീഡിയോ നിങ്ങൾ തന്നെ കാണാതിരിക്കുക. ഞാനൊക്കെ അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ എന്റെ ചാനലൊന്നും അടിച്ചു പോയില്ല. നമ്മൾ മോണിറ്റൈസേഷൻ ആകാത്ത മുമ്പാകുമ്പോൾ ചാനലിൽ അങ്ങനെ പ്രോബ്ലം ഒന്നും വരത്തില്ല. നമുക്ക് ചാനലിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് എടുക്കണ്ട. ഇനി മേലെ അങ്ങനെ ചെയ്യാതിരിക്കുക ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോ അതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് വരുന്ന ഓരോ കമന്റുകൾ ഉണ്ടാവത്തില്ലേ, ആ കമന്റ് നമ്മൾ ചാനലിൽ വന്ന് വീഡിയോ ഓപ്പൺ ചെയ്ത് കണ്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, YT സ്റ്റുഡിയോ എന്നൊരു ആപ്പ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള കമന്റുകൾ കാണാൻ സാധിക്കും. അതുവഴി നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ ആദ്യം വീഡിയോ ഓപ്പൺ ചെയ്ത് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കമന്റിന് റിപ്ലൈ കൊടുക്കാറാണുള്ളത് കേട്ടോ. അപ്പോഴും നമുക്ക് നമ്മൾ തന്നെയാണ് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. വരാൻ സാധ്യതയുണ്ടെന്നല്ല, വരും. അതുകൊണ്ട് അങ്ങനെ കമന്റിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് തുടക്കത്തിൽ വ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് ചിലവരെന്ത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീഡിയോ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്തിട്ട് അതിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യും. അങ്ങനെയും ഒരിക്കലും ചെയ്യാതിരിക്കുക. വ്യൂസ് ഒട്ടും ഇല്ലെങ്കിലും അവിടെ തന്നെ കിടക്കാൻ അനുവദിക്കുക. അല്ലാതെ അതിനെ ഡിലീറ്റ് ചെയ്ത് വീണ്ടും
അപ്ലോഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോയ്ക്ക് ഒട്ടും വ്യൂസ് ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി തമ്മിലും അതിലും ഇതിലൊക്കെ മാറ്റം വരുത്തി ഒന്നുകൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാകുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒട്ടും വ്യൂസ് ഉണ്ടായില്ല. എന്താ പറയാ, റെക്കമെൻഡേഷനേ കിട്ടത്തില്ല യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പനെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തമ്പനെയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കരുതുക. എന്നിട്ട് വീണ്ടും തമ്പനെയിൽ ചേഞ്ച് ചെയ്യാതിരിക്കുക. വ്യൂസ് വരുന്നില്ല എന്ന് കരുതി തമ്പനെയിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ ചേഞ്ച് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വ്യൂസ് സ്റ്റക്കായി പോകും. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷനിലൊക്കെ പോയി എന്താ പറയുക, നല്ല വ്യൂസ് കിട്ടാൻ നല്ല സമയം എടുക്കും. അതുകൊണ്ട് അപ്പൊ തന്നെ നമ്മളൊന്നും ചേഞ്ച് ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ പലർക്കും അയച്ചു കൊടുക്കാറുണ്ടല്ലേ നമ്മുടെ വീഡിയോ. അങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാണും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം അയച്ചു കൊടുക്കുക. നമ്മളിപ്പോ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. വ്ളോഗ് ആണെങ്കിൽ ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണ് ചെയ്യുന്നത്. എന്റെ ഫാമിലിയിലെ ആർക്കും അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ കാണാതിരുന്നാല് എന്താ പറയാ, എന്റെ വ്യൂസ് നഷ്ടമാവും. ഞാൻ അയച്ചു കൊടുത്തു എന്നുള്ളൊരു ഇതും വരൂല്ലേ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന്. പക്ഷെ അത് അവിടെ ഒരു നെഗറ്റീവ് ഫോമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. ഉറപ്പുണ്ടെങ്കിൽ മാത്രം അയച്ചു കൊടുക്കുക കേട്ടോ. നല്ല എന്റർടൈൻമെന്റ് ഒക്കെ ആണെങ്കിൽ ചിലവർ കാണാൻ സാധ്യതയുണ്ട്. അല്ലാത്ത അത് ടോപ്പിക് അനുസരിച്ചിരിക്കൂല്ലേ, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും അവർ കാണുന്നത്. അപ്പൊ അതനുസരിച്ച് അയച്ചു കൊടുക്കാൻ നോക്കുക. അങ്ങനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതും അയച്ചു കൊടുക്കാതിരിക്കുക. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം അയച്ചു കൊടുക്കുക കേട്ടോ. ഗ്രൂപ്പിലേക്കാണെങ്കിലും നമ്മൾ ഫേസ്ബുക്കിലേക്ക് അയക്കും, ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കൂലേ എല്ലാതും നമ്മുടെ ലിങ്കൊക്കെ. അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കാണും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അയച്ചു കൊടുത്താൽ മതി. അല്ലാതെ വെറുതെ അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇതായിട്ട് കാണിക്കും യൂട്യൂബിന്റെ ഭാഗത്ത് കേട്ടോ. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ചിലവര് ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ ആണെങ്കിലും വാച്ചവേഴ്സ് ആണെങ്കിലും ഒക്കെ നേടിയെടുക്കാറുണ്ടല്ലേ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ നേടിയെടുക്കരുത്. അങ്ങനെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് പോകുമ്പോൾ വ്യൂസ് ഒട്ടും ഉണ്ടാകത്തില്ല. വ്യൂസ് സ്റ്റക്കായി പോകും, ആരും കാണാനുണ്ടാവില്ല. അതുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസും സബ്സ്ക്രൈബേഴ്സും എന്താ പറയാ വാച്ചവേഴ്സും മാത്രം ലഭിച്ചാലേ നമുക്ക് നല്ല വ്യൂസ് പിന്നീട് വരികയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ക്യാഷ് കൊടുത്ത ആരും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും വാങ്ങാതിരിക്കുക കേട്ടോ. അത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. നമുക്ക് അത്രയും നല്ല വ്യൂസ് ഒക്കെ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. എങ്കിലും നമുക്ക് വ്യൂസ് അങ്ങനെ കിട്ടത്തില്ല ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായോ? നമ്മള് എന്താ പറയാ, മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടും വ്യൂസ് ഒന്നും ഇല്ലാതിരുന്നാല് പിന്നെ എന്താണ് കാര്യം? അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ടോപ്പിക്ക് പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ആക്കാതിരിക്കുക. ഒരു ദിവസം കുക്കിംഗ് ഇട്ടു, അടുത്ത ദിവസം വ്ളോഗ് ഇട്ടു, അടുത്ത ദിവസം ഗാർഡനിങ് ഇട്ടു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ ഒട്ടും വ്യൂസ് ഉണ്ടായില്ല, സ്റ്റക്കായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ കാറ്റഗറി ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഇന്നതിന് ഇന്ന കാറ്റഗറി എന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കാറ്റഗറി മെയിൻ ആയിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പൊ ഒരു കാറ്റഗറിയിൽ തന്നെ ഒതുങ്ങി നിൽക്കാനും ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് സ്റ്റക്കായി പോകും. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുണ്ട് സ്റ്റക്ക് ആകാനുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഈ മിസ്റ്റേക്ക്. ബാക്കിയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട് തുടക്കത്തില്. അപ്പോൾ ഈ മിസ്റ്റേക്ക്, ഇനി പറയാൻ പോകുന്ന മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടില്ല. തുടക്കക്കാരാകുമ്പോൾ പെട്ടെന്ന് ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കണം, പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവൂലേ. അതുകൊണ്ട് നമ്മൾ പലരുടെ വീഡിയോയ്ക്ക് താഴെയും പോയിട്ട്, നമ്മളെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളല്ലേ, പലരുടെ വീഡിയോയ്ക്ക് താഴെയും പോയിട്ട് കൂട്ടുവരുമോ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, അങ്ങനെയുള്ള കമന്റുകൾ പലതും കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ യൂട്യൂബിന്റെ കണ്ണിൽ സ്പാമായിട്ട് പെടുത്തുന്നതാണ്. ഇപ്പൊ നിങ്ങൾ സബ് ചെയ്യാന്ന് വെച്ചാല് അത് നിലനിൽക്കത്തില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഒരു 10 സബ് ഇങ്ങനെ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 3/4 സബും ഇല്ലാതായി പോകും. ചില സബുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് വീഡിയോ കണ്ട് സബ് ചെയ്യുന്നവരുടെ സബ് പോകത്തില്ല. അല്ലാതെ പെട്ടെന്ന് സബ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയുള്ള സബുകളൊന്നും നിലനിൽക്കത്തില്ല. അത് യൂട്യൂബ് തന്നെ എടുത്ത് കളയുണ്ടോ. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കും ചിലപ്പോ സബ് ചെയ്തവര് ഡിലീറ്റ് ചെയ്തതായിരിക്കുമെന്ന്. അങ്ങനെയല്ല, യൂട്യൂബ് അത് സ്പാമാക്കി കളയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ
ഇങ്ങനെയുള്ള ഒരു തെറ്റ് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക. എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്കൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണുന്നത് ആ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമന്റ് ആയിരിക്കത്തില്ല. സബ് ചെയ്യണം, കൂട്ടുവരണം, മുന്നേറണം, അങ്ങനെയുള്ള കമന്റുകളായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അല്ലെ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. തുടക്കക്കാരാണ് ഇതിങ്ങനെ ഒരുപാട് ചെയ്തു വരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല. പിന്നീട് അഥവാ സബ് ആയി കഴിഞ്ഞ ശേഷം അവർക്ക് തീരെ വ്യൂസ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനെ ചെയ്ത് കിട്ടിയ സബാണല്ലോ, അതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും മിസ്റ്റേക്കുകൾ വരുത്താതിരുന്നു കഴിഞ്ഞാല് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോത്തിലേക്ക് എത്തിപ്പെടും. അപ്പൊ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. വ്യൂസ് ചെക്ക് ആകാതെ ഇരിക്കത്തുള്ളൂ, നിങ്ങളുടെ ചാനല് ഗ്രോത്ത് ആകത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇൻഫർമേഷൻ വലുതാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹൈപ്പ് എന്നതൊരു പുതിയ ഓപ്ഷനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ആണ് ലഭിക്കുക. അപ്പോൾ നല്ല പോയിന്റ് കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് റെക്കമെൻഡേഷൻ കൂടുതലായിട്ട് യൂട്യൂബ് തരുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് കൂടെ തരാൻ ശ്രമിക്കുക. ഓക്കെ.